ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായ പരമമായ ഒരു സൗഖ്യമുണ്ട്. ആ സുഖത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിയുകയില്ല. എന്നാൽ അതിന് കാരണം എന്താണ്? ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖത്തെ മാത്രമേ മനുഷ്യൻ അറിയുകയുള്ളൂ. ഇന്ദ്രിയാതീതമായ സുഖമാണ് ശാശ്വതവും പരമവുമായിട്ടുള്ളത്. അതിൻ്റെ ഒരു കണിക നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ ഈ നിസാരവും ക്ഷണികവും അല്പവുമായ സുഖത്തിന് വേണ്ടി ഒരു മനുഷ്യനും വെമ്പുകയില്ല. ഏതുപോലെയാണ് സ്വാദിഷ്ടമായ സദ്യ, വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുക്കി വച്ചിരിക്കെ അത് ഭക്ഷിക്കാതെ നാം അടുത്ത ആരാൻ്റെ വീട്ടിലെ വാതിൽ തട്ടിത്തുറന്ന് അവരുടെ അടിയും കൊണ്ട് അവിടെ അവർ വെച്ചിരിക്കുന്ന അവശിഷ്ടമായിരിക്കുന്ന പഴങ്കഞ്ഞി ആർത്തിയോടുകൂടി മുന്തി കുടിക്കുന്നു. ഈ വിഭവമായ സദ്യ തനിക്ക് സ്വന്തമായിട്ടുള്ളത് അറിയാതെ അടുത്ത വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട പുളിച്ചതും പഴകിയതും നാറിയതുമായ ഭക്ഷണത്തെ സ്വാദിഷ്ടമായി ഭക്ഷിക്കുന്നത് പോലെയാണ് വിഷയസുഖങ്ങൾ. ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖങ്ങൾ എല്ലാം തന്നെ, ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖങ്ങളെല്ലാം അല്പമാണെന്ന് മനസ്സിലാകല് ആ പരമമായ സൗഖ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മാത്രമാണ്. അതിൻ്റെ ഒരു കണിക അനുഭവിക്കുമ്പോൾ മനസ്സിലാകും ഇതെത്രയോ നിസാരമാണ്. സാരമായിരിക്കുന്ന അതിനെ അറിയാൻ പറ്റിയ ഉപകരണമാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരത്തിൽ ഇരുന്ന് അത് നേടിയാൽ മഹത്തായ ഫലമാണുള്ളത്. എന്നാൽ അതിനെ ഉപേക്ഷിച്ച് ഇത് സ്വീകരിച്ചാൽ ഇത് കാലം കൊണ്ട് നഷ്ടപ്പെടും. അതൊട്ട് ലഭിക്കുകയുമില്ല, അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിലാണ്. അതിനാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിതാപം നൽകുന്ന വിഷയമോ മീതേ, ഒരു നേരം ആലോചിക്കൊരു നാൾ എന്നാൽ പരിപതിച്ചേടില്ല വിഷയകൂപത്തിൽ. പരിപൂർണാനന്ദമോ മീതേ മനമേ, അല്ലയോ മനസ്സേ, പരിപൂർണമായിരിക്കുന്ന ആനന്ദമാണോ? പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിതാപം നൽകുന്ന, പരിതാപം എന്നാൽ ദുഃഖം, ദുഃഖം തരുന്ന ഈ വിഷയസുഖമാണോ വലുത് എന്ന് ഒരു നേരം ആലോചിക്കൊരു നാളെന്നാൽ, ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്ന് ആലോചിക്കൂ. പരിപൂർണമായ ആനന്ദമാണോ, പരിതാപം നൽകുന്ന ഈ വിഷയസുഖമാണോ വലുത് എന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ പരിപതിച്ചിടില്ല വിഷയകൂപത്തിൽ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് ഏറ്റവും മഹത്തായ സുഖം എന്ന് കരുതി അതിൻ്റെ പുറകെ പാഞ്ഞ് നാം ആയുസ് മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു. ആ വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞ് ആയുസ് നഷ്ടപ്പെടുത്തുകയില്ല, പരിപതിച്ചിടില്ല വിഷയകൂപത്തിൽ. ആ വിഷയങ്ങളാകുന്ന കിണറ്റിൽ നാം പതിക്കുകയില്ല. പരിപൂർണാനന്ദമോ മീതേ മനമേ, അല്ലയോ മനസ്സേ, പരിപൂർണാനന്ദമാണോ വലുത്? അതെ, അല്പം ദുഃഖം തരുന്ന വിഷയസുഖങ്ങളാണോ വലുത് എന്ന് ഒരു ദിവസം ഒരു നേരമെങ്കിലും ആലോചിച്ചാൽ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പിന്നാലെ പായുകയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര മഹത്തായ ഒരു സത്യമാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തു തന്നിരിക്കുന്നത്. ഈ സുഭാഷിത രത്നം ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. വെറുതെ വഴിവിട്ട നമ്മുടെ മനസ്സിൻ്റെ സഞ്ചാരത്തിന് ഒരു കടിഞ്ഞാണിടാനുള്ള ഒരു കടിഞ്ഞാണായി ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വിനിയോഗിക്കണം.
അതുകൊണ്ട് ഇതെപ്പോഴും നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. നാം എങ്ങനെ ജീവിച്ചാലും നമ്മുടെ ആയുഷ്കാലം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ശരീരം വീണു പോകുന്നതിന് മുമ്പേ, നഷ്ടപ്പെടുന്നതിന് മുമ്പേ അറിയേണ്ടതറിഞ്ഞാൽ നാം കൃതകൃത്യനാവും. അതിനാൽ അതിനുവേണ്ടിയാണ് നാം ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും. പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിതാപം നൽകുന്ന വിഷയമോ മീതേ. ദുഃഖം തരുന്ന വിഷയമാണോ, പരിപൂർണ ആനന്ദം തരുന്ന അവസ്ഥയാണോ വലുത് എന്ന്? പരിപൂർണാനന്ദമോ മീതേ മനമേ, പരിതാപം നൽകുന്ന വിഷയമോ മീതേ. ഒരു നേരം ആലോചിക്കൊരു നാളെന്നാൽ പരിപതിച്ചിടില്ല വിഷയകൂപത്തിൽ.